ഹായ് ഗായ്സ്, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒഫീഷ്യൽ ട്രെയിലർ അത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അതായത് ഓഗസ്റ്റ് 28-ന് റിലീസ്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 28-ന് ഈ ഒരു സിനിമ റിലീസാകുമെന്നാണ് തോന്നുന്നത്. 29 അങ്ങനെ സമയത്താണ് റിലീസാവുന്നത്. നമുക്ക് സിനിമയുടെ ട്രെയിലർ നമുക്ക് കാണാം. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴിയിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മൾ ഒന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? ആ അവസ്ഥയിലാണ് ഞാൻ. എന്ത്? അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയെന്നു. ചിത്രം ഹൃദയപൂർവ്വം, ആ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആ സിനിമയാണ് 28 ആഗസ്റ്റ് റിലീസിനോടൊപ്പം ഈ ഒരു സിനിമ നമ്മളിലേക്ക് വരാൻ പോകുന്നത്. നല്ലൊരു ഹൃദയപൂർവ്വമായുള്ള ഒരു ചിത്രമായിരിക്കും. ഹൃദയം തൊട്ട് എന്ന് പറയുന്ന ചിത്രം പോലെ ഒരു ഹൃദയപൂർവമായ ഒരു ചിത്രം സത്യൻ അന്തക്കാട് ഈ ഒരു ചിത്രം നമ്മളെ കാണാൻ, നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നാണ്. ആശീർവാദ് സിനിമ തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. നല്ലൊരു സിനിമയായിരിക്കും. പ്രസന്റിംഗ് ഹൃദയപൂർവ്വം. പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ, പ്രൊഡക്ഷൻ ആശീർവാദ് സിനിമാസ്. കാസ്റ്റ് ഒന്നും കൂടി പറയാം: മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രതാപ്, സംഗീത സിദ്ദീഖ്, നിഷാൻ ബാബുരാജ്, ലാലു ലക്സ്, ചന്ദ്രൻ, ജനാർദ്ദനൻ. സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ഉണ്ട്. സോനു TP ആണ്. അങ്ങനെ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ എന്നാണ്. മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ. സ്റ്റോറി അഖിൽ സത്യന്റെ ആയിരുന്നു. അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് സത്യൻ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡോക്ടർ എമിലി വിൻസെന്റ് ആണ്. ഡോക്ടർ അനീഷ ആന്റണി. നല്ലൊരു ഹൃദയപൂർവമായ ഒരു ത്രില്ലർ മൂവി ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ലവ് ഇമോഷൻ കൊടുക്കുന്ന സിനിമയായിരിക്കാം. കണ്ടിട്ട് ഒരു വല്ലാത്തൊരു വൈബ് നമുക്കുണ്ട്. വളരെ എനർജറ്റിക്കായ ഒരു ലാലേട്ടനെ കാണുന്നുണ്ട്. വൈബിലി, ഇത് ലുക്കിലി ഒക്കെ സിനിമ നല്ലൊരു വണ്ടർഫുൾ പ്രണയ കഥയായി കാണാൻ സാധിക്കും. അങ്ങനെ ക്ലാസിക് ടച്ചും നമുക്ക് തോന്നിക്കുന്ന ഒരു സിനിമ. ഏത് രീതിയിലേക്ക് ഈ സിനിമ വരുമെന്ന് നമുക്കറിയില്ല. ഈ ട്രെയിലർ കണ്ട് പലതും പല രീതിയിലും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകൾക്ക് ഇവിടെ കാശൊന്നും കൊടുക്കണ്ട. പ്രതീക്ഷിക്കാനുള്ള സിനിമകളുണ്ട്, പ്രതീക്ഷക്കപ്പുറമുണ്ട്. പ്രതീക്ഷക്ക് നേരെ ഫ്ലോപ്പ് ആവാനും സാധ്യത കൂടുതലില്ല. കാരണം നല്ല സിനിമയാണെന്നാണ് പറയുന്നത്. സത്യനന്ദക്കാട് കൂട്ടുകെട്ട സിനിമയാണ്. ആ സിനിമ ഫ്ലോപ്പായാൽ പിന്നെന്ത് വേണം? അപ്പൊ അത് ഫ്ലോപ്പ് ആവാതിരിക്കട്ടെ. നല്ലൊരു പ്രതീക്ഷയോടുള്ള ഓണത്തിന്റെ സിനിമയായി മാറട്ടെ. മോസ്റ്റ് വെൽക്കം.